തിരുവെഴുത്തുകളുടെ വിശകലനം പാർട്ട് 2. കർത്താവായ യേശു ക്രിസ്തു ഇനിയും ഉടനെ വീണ്ടും വരുമെന്ന് വചനത്തിലുണ്ടോ? വചനത്തെ ഇഴകേറി പഠിച്ച് സ്വന്തം വിശിഷ്ട സിദ്ധാന്തം അഥവാ ഡോക്ട്രിൻ സ്ഥാപിച്ചിരിക്കുന്ന 900 ക്രിസ്തീയ വിഭാഗക്കാരുടെയും അവകാശവാദം യേശു ക്രിസ്തു വീണ്ടും വരും, ഉടനെ വരും എന്നാണ്. ഒരു സഭാംഗത്തിൻ്റെ ശവസംസ്കാര കൂദാശയിൽ ഓതുന്ന അതിപ്രധാന സൂക്തം വിശകലനം ചെയ്യാം. 1 തെസ്സലോനിക്കർ 4:13. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. 15-ാം വാക്യം പറയുന്നു, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ ഇല്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം എന്ന് പൗലോസ് 2000 വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ചിരുന്ന തെസ്സലോനിക്കരോട് പറഞ്ഞതിൽ നിന്ന് കർത്താവ് വരുമ്പോൾ പൗലോസും തൻ്റെ അന്നത്തെ കേൾവിക്കാരിൽ മിക്കവരും ജീവനോടെ ഉണ്ടായിരിക്കുമെന്നായിരുന്നു എന്ന് വ്യക്തം. അടുത്ത വാക്യങ്ങൾ പരിഗണിക്കാം. 1 തെസ്സലോനിക്കർ 4:16. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. 17-ാം വാക്യം, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ആയിരിക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം എന്ന് പറയുന്നതിൽ നിന്നും പൗലൂസിൻ്റെയും 2000 വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന തെസ്സലോനിക്കരുടെയും ജീവിതകാലത്ത് തന്നെ യേശു വരുമെന്നായിരുന്നു അപ്പോസ്തലൻ പറഞ്ഞതെന്ന് വ്യക്തം. ഈ വചനങ്ങളെ കൊണ്ട് തമ്മിൽ ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. 2000 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നവർ അവരുടെ ജീവിതകാലത്ത് സംഭവിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചത് 2000 വർഷങ്ങൾക്ക് ശേഷം ജീവിക്കുന്ന നമ്മോടാണെന്ന് പറഞ്ഞ് നൈസ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ത് വഞ്ചനയാണ്! ഈ പാട്ട് കേൾക്കുമ്പോൾ കൂടെ പാടി ഞാൻ ആത്മാവിലാകുമായിരുന്നു. സ്തോത്രം. അക്കാലത്ത് മതഭ്രാന്ത് പിടിച്ച് നടന്നിരുന്ന എന്നെ മറ്റ് ഭ്രാന്തന്മാർ ബഹുമാനത്തോടെ പരാമർശിച്ചിരുന്നത് സ്തോത്രം അപ്പച്ചൻ എന്നായിരുന്നു. സ്തോത്രം. ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് യാന്ത്രികമായി സ്തോത്രമെന്ന് പറഞ്ഞു പോകുന്നു. കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് കോടിക്കണക്കിന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന സത്യം ഒരൊറ്റ വേദഭാഗത്തിലെ പിഴവ് കൊണ്ട് തള്ളിക്കളയാൻ ഒക്കുമോ? ഒക്കത്തില്ല. അതിനാൽ മറ്റൊരു വേദഭാഗം കൂടി നോക്കാം. ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് കൊരിന്തിലെ സഭയോട് പറഞ്ഞ മർമ്മം അഥവാ രഹസ്യമാണ്. 1 കൊരിന്ത്യർ 15:51, 52 വാക്യങ്ങൾ. 51-ാം വാക്യം, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയാം. 52-ാം വാക്യം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാലത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. കർത്താവ് വരുമ്പോൾ കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്ന പൗലോസും കൊരിന്ത് സഭയിലെ അംഗങ്ങളും കണ്ണിമയ്ക്കുന്നിടയിൽ രൂപാന്തരപ്പെടുമെന്നാണ് പൗലോസ് പറഞ്ഞത്. ഇത് പൗലോസിൻ്റെ ജീവിതകാലത്ത് 1-ാം നൂറ്റാണ്ടിൽ തന്നെ നടക്കുന്ന സംഭവമാണ്. അല്ലാതെ
നൂറ്റാണ്ടിലോ 22 നൂറ്റാണ്ടിലോ നടക്കാൻ പോകുന്നതല്ല. ഇത് രണ്ടും സഭയോട് പറഞ്ഞതാണെങ്കിൽ ഇനി പൗലൂസ് തൻ്റെ പ്രിയ ശിഷ്യനായിരുന്ന തിമോത്തിയോസ് എന്ന വ്യക്തിയോട് പറഞ്ഞത് ശ്രദ്ധിക്കാം. 1 തിമോത്തിയോസ് 6:13. നീ നിഷ്കളങ്കനും നിരപവാദിയനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചോളണം. കർത്താവ് വരുന്നത് വരെ നീ നിഷ്കളങ്കനും നിരപവാദിയനുമായി ജീവിച്ചോണമെന്ന് പറയുന്നതിൽ നിന്നും തിമോത്തിയോസിൻ്റെ ജീവിതകാലത്ത് തന്നെ കർത്താവ് വരുമെന്നായിരുന്നു സെൻറ്റ് പോൾ പറഞ്ഞതെന്ന് പകൽ പോലെ വ്യക്തം. ഇതുവരെ ഉദ്ധരിച്ച 3 വേദഭാഗങ്ങൾ എല്ലാം ദൈവശ്വാസ്യം, ഇൻസ്പയർഡ് ബൈ ഗോഡ് ആയിരുന്നെങ്കിൽ കർത്താവ് പൗലോസിൻ്റെയും തിമോത്തിയുടെയും ജീവിതകാലത്ത് തന്നെ രണ്ടാമതും വന്നു കഴിഞ്ഞു. കർത്താവ് 1-ാം നൂറ്റാണ്ടിൽ തന്നെ ആഗമനായിരുന്നില്ലെങ്കിൽ ഈ തിരുവെഴുത്തുകൾ വെറും സെൻറ്റ് പോളിൻ്റെ തോന്നലുകൾ, സങ്കല്പങ്ങൾ, ഐതിഹ്യങ്ങൾ, സ്പീക്കർ സംസുദ്ദീൻ നിരീക്ഷിച്ചതുപോലെ മിത്തുകൾ. ഏതായാലും പൗലോസ് പറഞ്ഞതൊന്ന്, വിയല വിശ്വാസികൾ ഗ്രഹിച്ചത് മറ്റൊന്ന്. നാം 1-ാം നൂറ്റാണ്ടിൽ തന്നെ കർത്താവ് രണ്ടാമത് വരുമെന്ന് പ്രസ്താവിച്ച വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ 21-ാം നൂറ്റാണ്ടിൽ വിയല വിശ്വാസികൾക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പ്രത്യാശ നൽകുന്ന 1,000 സഭകൾക്കും അഭിനന്ദനങ്ങൾ. കർത്താവ് ഇനി ഒരിക്കലും വരികയില്ലെന്ന് സ്ഥാപിക്കുന്ന കൂടുതൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അല്പം അങ്കലാപ്പോടെ ആണെങ്കിലും ഇത് ശ്രദ്ധിച്ച് ഗ്രഹിച്ച നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.